ബാലി വ്ലോഗിന്റെ ഫൈനൽ എപ്പിസോഡ് കാണാൻ നമുക്ക്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ വില്ലയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിനു ശേഷം നേരെ പോയത് ബട്ടർഫ്ലൈ പാർക്കിലോട്ടായിരുന്നു. നമ്മുടെ ബാലി ട്രിപ്പിന്റെ ഫൈനൽ ഡേ ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലൊരു വിഷമം ഉണ്ടായിരുന്നു. ബാലി വിട്ട് പോകുന്നതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി നമ്മൾ ആ ബട്ടർഫ്ലൈ പാർക്കൊക്കെ എൻജോയ് ചെയ്തായിരുന്നു. അവിടെ ഇതേപോലെ കുറച്ച് ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ ഒരു എക്സിബിഷൻ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് അവിടെയുള്ളൊരു കഫേയിലായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാലി എയർപോർട്ടിനടുത്തായിട്ടുള്ളൊരു കഫേയാണിത്. ഇതിൻ്റെ പേര് വരുന്നത് ഷിഷ കഫേ അങ്ങനെ എന്തോ ആണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഒരു ടർക്കിഷ് ആംബിയൻസ് ആയിരുന്നു മൊത്തത്തിലുള്ളത്. കഫേയുടെ ആംബിയൻസും ആ ഒരു കളർ തീം ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് നമ്മുടെ ബാലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഈ ഒരു ബാലി ട്രിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. അതുകൊണ്ട് മാത്രമല്ല എന്തോ ഈ നാടിനോടും ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ചെറിയ ഇംഗത്ത് പോലും അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ബാലി എന്ന് പറയുന്നത് നോർമലി നമ്മൾ കരുതും ബീച്ചസ് മാത്രമാണ്. ബീച്ചസ് മാത്രമല്ല, ഇവിടെ മൗണ്ടെയിൻസ് ഉണ്ട്, വാട്ടർഫോൾ ഉണ്ട്, ഈ റൈസ് ടെറസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ബാലിത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. ഈ ടെമ്പിൾസ് ഒക്കെ വളരെ നാച്ചുറായിട്ട് ചേർന്ന് നിന്നിട്ടാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പായിട്ട് ഈ ബാലി ഓപ്റ്റ് ചെയ്തിട്ട് ഞാനിന്ന് വളരെയധികം ഹാപ്പിയാണ്. കാരണം അത്രയ്ക്ക് ഓർമ്മകൾ ഈ ബാലി നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻസിന് ഇത്രയും അഫോർഡബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനാണ് ബാലി എന്ന് പറയുന്നത്. സോ നിങ്ങളും ബാലിയിലോട്ട് വരൂ. ഒരുപാട് ഓർമ്മകളായിട്ട് നമുക്ക് തിരിച്ചു പോകാം.